ഹായ് ഗുഡ് മോർണിംഗ് മാം. ഹായ്. ഫ്രീ ആണോ? എന്ത് പറ്റി? മാം ചിക്കൻ പോക്സിനെ പറ്റി കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു, ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഫ്രീ ആയിട്ട് പറഞ്ഞുതരാമോ? ഒരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ സ്റ്റാഫിന് ഇപ്പൊ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട്. രണ്ടുപേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് ചിക്കൻ ബോക്സ് ആണോ എന്ന്. അപ്പൊ ഇതെങ്ങനെ അറിയും ചിക്കൻ ബോക്സ് ആണോ അല്ലയോ എന്ന്? ചിക്കൻ ബോക്സ് പൊതുവെ നമുക്ക് മെയിനായിട്ടും ആദ്യം തുടങ്ങുന്നത് വയറിലല്ലെങ്കിൽ പുറത്ത് വെള്ളം നിറഞ്ഞ, അതായത് ക്ലിയർ ഫ്ലൂയിഡ് നിറഞ്ഞ കുമിളകളായിട്ടായിരിക്കും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അയാൾക്ക് മിക്കവാറും തന്നെ ശക്തമായ പനിയും മേലുവേദനയും അല്ലെങ്കിൽ നല്ലൊരു ക്ഷീണവും കാണും. അപ്പൊ എപ്പോഴും നിങ്ങൾക്ക് ഒരു സംശയമാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുമിള കാണാൻ പനിയുണ്ട് സംശയമാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിന്, അതായത് ഡോക്ടറെ അടുത്ത് പോവുക, കൺഫേം ചെയ്യുക. അത് ക്ലിനിക്കിന്റെ ഡയഗ്നോസിസ് ഉള്ള ഒരു കാര്യമാണ്. കൺഫേം ചെയ്ത് മരുന്നുകൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ആ തുടങ്ങിയ ആദ്യം 1-2 ദിവസത്തിൽ തന്നെ നമ്മൾ അതിനായിട്ടുള്ള സ്പെസിഫിക് ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ കൂടുതൽ കുമിളകൾ ഉണ്ടാകാതിരിക്കും. അപ്പൊ കൂടുതൽ കുമിളകൾ ഉണ്ടാകാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്കാർസും എല്ലാം ഫുഡിന് പഥ്യം ഉണ്ടെന്നൊക്കെ പറയുന്നേക്കാം, അതായത് കഞ്ഞി മാത്രമേ കുടിക്കാവുള്ളൂ, ഉപ്പൊന്നും അധികം യൂസ് ചെയ്ത്, അത് ഉള്ളതാണോ മാം? ആക്ച്വലി അവർന്ന് ചോദിച്ച പോലെ പലരും എൻ്റെ അടുത്തൊന്നും ചോദിക്കാറുണ്ട്, നമുക്ക് ഭക്ഷണത്തിന് പഥ്യമുണ്ടോ, ഉപ്പ് കഴിക്കാവോ എന്നൊക്കെ. അപ്പോൾ ഭക്ഷണത്തിന് പഥ്യമൊന്നുമില്ല, ഏത് ഫുഡും കഴിക്കുക. പ്രോട്ടീനുള്ള ഫുഡും ബാക്കിയെല്ലാം ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന പോലെ തന്നെ കഴിക്കുക. പിന്നെ ഉപ്പ് കഴിക്കാതിരിക്കുന്നത് ഭയങ്കര ഒരു മണ്ടത്തരമാണ്. കാരണം ഉപ്പിന്റെ അളവ് കുറഞ്ഞു പോയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ഷീണം കൂടുകയുള്ളൂ. അപ്പോൾ ഏത് അസുഖമാണെങ്കിലും, ചിക്കൻ ബോക്സ് ആയിക്കോട്ടെ വേറെ ഏത് അസുഖമാണെങ്കിലും, നമുക്ക് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചാൽ റിക്കവറി എളുപ്പമാവുള്ളൂ. അപ്പോൾ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ നന്നായി ഭക്ഷണം കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക. ഈ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞ ആൾക്കാർ എല്ലാ ദിവസവും കുടിക്കാൻ പാടില്ല, ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് കുടിക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് വീട്ടുകാർ പറയും. അങ്ങനെ തന്നെയാണോ മാം? അങ്ങനെ തന്നെയാണോ പറയാറുള്ളത്? ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ പറയും എല്ലാ ദിവസവും കുടിക്കരുത്, നമ്മൾ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞ റൂമിൽ പുറത്തിറങ്ങാവുള്ളൂ. അങ്ങനെയില്ല, എല്ലാ ദിവസവും നമ്മൾ കുളിക്കണം, സോപ്പിട്ട് തന്നെ കുളിക്കണം. നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരം വൃത്തിയാക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ കുളിക്കാതിരിക്കുമ്പം ചിക്കൻ ബോക്സിന്റെ ആ കുമിളകളിൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, അതായത് പഴുപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ശരീരം വൃത്തിയാക്കി വെക്കുക, റെഗുലർ ആയിട്ട് എല്ലാ ദിവസവും കുളിക്കുകയും ചെയ്യും. മാം, പിന്നെ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ പാടുകളൊക്കെ ഒരുപാട് വരാറില്ല, അത് മാറാൻ വേണ്ടിയിട്ട് എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നം അത് കഴിഞ്ഞ് വരുന്ന സ്കാറാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തുടക്കം തന്നെ ട്രീറ്റ്മെന്റ് എടുത്താൽ ആ സ്കാർ വരുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു സ്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാം. അപ്പം എല്ലാവർക്കും പൊതുവെ ആ ഒരു സമയത്തിനനുസരിച്ച് അത് പതുക്കെ പതുക്കെ മങ്ങി വന്നോളും. അതിന്റെ കൂടെ നമ്മൾ സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നപ്പോൾ ആ ഒരു റിക്കവറി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് റെഗുലർ ആയിട്ട് കുടി കഴിഞ്ഞും അല്ലാതെ ഇടയ്ക്ക് പറ്റുമ്പോഴൊക്കെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ വെയിലത്ത് ഇറങ്ങുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ആ പിഗ്മെന്റേഷനും കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ ആ സ്കാറിന് അല്ലെങ്കിൽ ആ പാടുകൾക്ക് വേണ്ടിയും പല ടൈപ്പ് ക്രീംസ് ഉണ്ട്. അത് നിങ്ങൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. പിന്നെ പ്രൊസീജിയേഴ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ഈ സ്കാറിന്റെ ആ ഒരു കളർ കുറയ്ക്കാനും ആ ഒരു സ്കാറിന്റെ ഹെൽത്തി നേച്ചർ ഒന്ന് നന്നാക്കുവാനും വേണ്ടി കെമിക്കൽ പീലിംഗ് ചെയ്യാം. പിന്നെ PRP, അത് ഓരോ സ്കാറിനകത്തേക്കും PRP ഇഞ്ചെക്ഷൻസ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈക്രോ നീഡ്ലിംഗ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ലേസേഴ്സ് തന്നെയാണ്. അപ്പൊ ഇത്രയും മെത്തേഡ്സ് ഉണ്ട് ആ സ്കാറിന് വേണ്ടി നമുക്ക് ട്രീറ്റ്മെന്റിനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതാണ് സ്യൂട്ട് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത്.